വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അരവിന്ദ് എന്താ വൈകുന്നത്? ഓ, എന്തോ ചിന്തയിലാണ്. അരവിന്ദേ, ഇതെന്തത്? എന്താ ഇവിടെ ഒരു സുഗന്ധം? പ്രണയ സുഗന്ധമാണോന്നൊരു സംശയം. എന്താ അരവിന്ദ് ഇത്ര വൈകിയേ? വായിക്കാൻ പുതിയ പുസ്തകം പോലും ഇല്ലാതെ ആകെ ബോറടിച്ചു. എടീ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് ഓടിയെത്തണ്ടേ നന്ദനെ? ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് പോലും വൈകാതെ പാഞ്ഞെത്തിയില്ല എന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ. ആ, അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. ഭർത്താവ് അടുത്തില്ലെങ്കിൽ വന്നില്ലല്ലോ വന്നില്ലല്ലോ. ഭർത്താവ് ഇനി എവിടെയെങ്കിലും പോവാതെ കൂടെ ഇരുന്നാലോ? നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ മനുഷ്യ എന്നാണ് ഭാവം. ആ, അതാണ് പെണ്ണിന്റെ സൈക്കോളജി. അതൊക്കെ പഴയ സൈക്കോളജി അരവിന്ദ്. ഇപ്പൊ അതൊക്കെ മാറി. ഇതുപോലെ ഭർത്താവിനെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ അവസാനത്തെ തലമുറയിലുള്ള പെണ്ണ് ഒരുപക്ഷെ ഞാനായിരിക്കും. അയ്യോ, പിണങ്ങാതെ എന്റെ ഡാർലിംഗ്. ഞാനേ ഒരു 10 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിലേ നിനക്കൊരു കാര്യം വാങ്ങാൻ വേണ്ടിട്ട് തന്നെയാണ്. ഇത് കണ്ട, എനിക്കൊരു കാര്യം. അതെന്താ? കാണിക്കേ കാണിക്ക അരവിന്ദ്, കാണിക്ക. കാണിക്കാം. നിക്ക്, ഞാനിത് സാഹിത്യത്തിൽ പറയാം. ഇതെന്റെ പ്രണയിനിയുടെ കാർക്കൂന്തലിൽ ചൂടാനേ ഈ ഉള്ളവന്റെ ഉപഹാരം. തിരിഞ്ഞിക്കടി. ഇത് ഞാൻ തന്നെ കേശഭാരത്തിൽ ചാർത്തി തരാം. കാർക്കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം. ഇതാണോ വലിയ കാര്യം വാങ്ങിച്ചു എന്ന് പറഞ്ഞത്? വേറൊന്നുമില്ല. അതെന്താ? വേറൊന്നുമില്ലേ? ഉണ്ടല്ലോ, കാണിക്ക്. അതൊക്കെ ഉണ്ട്. ഇത് കണ്ട? എന്താ ഇത്? ഇത് വഴിയരികിലെ തട്ടുകടന്ന് ചിലര് വാങ്ങിക്കൊണ്ടു പോകുന്ന പൊതി പോലെ. എന്താ ഇത്? എടി, ഇത് സാധാരണ നമ്മൾ കഴിക്കുന്നതല്ല. ഇതൊരു വെറൈറ്റി ദം ബിരിയാണിയാ. ദം ബിരിയാണിയാ? ഏത് ഹോട്ടലിന്ന്? കണ്ടിട്ടൊരു ലോക്കൽ ലുക്ക്. ഓ, ഹോട്ടൽ അതാണ് മോളെ വെറൈറ്റി. അതായത് പായ്ക്കട റോഡിന്ന് ഇടത് കയറിയിട്ട് 4-5 ഹോട്ടലുകൾക്കപ്പുറം 13ാമതായിട്ട് ഈയിടെയായിട്ട് തുടങ്ങിയ വല്യച്ഛൻസ് തട്ടുകട. ദം ബിരിയാണി മാത്രമേ ഉള്ളൂ, അത് രാത്രിയിൽ മാത്രം. എങ്ങനെയുണ്ട്? എടി, അവിടുത്തെ ബിരിയാണിക്ക് ഭയങ്കര പേരാ. അത് മേടിക്കാനേ അങ്ങ് കാസർഗോഡ് നിന്ന് ഒരാൾക്കാർ വരും. നീണ്ട ക്യൂവാ. ശബരിമലയിൽ അരവണ മേടിക്കാൻ പോലും ഞാൻ ഇത്ര ക്യൂ കണ്ടിട്ടില്ല സത്യമായിട്ടും. പിന്നെ അപ്പോ ആ നീണ്ട ക്യൂവിൽ നിന്ന് ഞാൻ എന്റെ നന്ദനയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നത് ഈ ബിരിയാണി. പായ്ക്കട റോഡ്. ആലോചിക്കുമ്പോ തന്നെ ആ ലൊക്കേഷൻ കേട്ടപ്പോഴേ എനിക്ക് 4-ാം കിട ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒരു പുകഴ്ത്തല്. ആ സുനിലിന്റെ മൂൺലൈറ്റ് ഹോട്ടലിൽ നിന്നെങ്ങാനും വാങ്ങിച്ചൂടായിരുന്നോ ഒരു ദം ബിരിയാണി? നന്ദനെ, എടി, നമ്മുടെ വേഷം അല്പം മുഷിഞ്ഞതാണെങ്കിലേ ഉള്ളു ശുദ്ധായിരിക്കണം. എന്നതുപോലെ ഹോട്ടലിന്റെ പേര് കണ്ടിട്ടോ ലൊക്കേഷൻ അറിഞ്ഞിട്ടോ അതിന്റെ മൂല്യം നിശ്ചയിക്കരുത്. മനസ്സിലായ? എടി, പുറം മൂടി കണ്ടിട്ട് ഒന്നിന് വിലയിരുത്തരുത് കേട്ടോ. മൂൺലൈറ്റ് കൊള്ളാം, പക്ഷെ രണ്ട് രുചിയാണ്. എന്റെ നന്ദനക്കുട്ടി, ഇതൊന്ന് കഴിച്ചു നോക്കി അറിയാം. സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാട്ട് രുചി അതിന്. എനിക്ക് വേണ്ട. എന്ത്? എടി, ആഹാരത്തിന് വേണ്ടത് രുചിയാ, കഴിക്കുമ്പോ തൃപ്തിയും. ഇത് രണ്ടും കിട്ടണമെങ്കിലേ ഇങ്ങനെയുള്ളടത്ത് തന്നെ കഴിക്കണം. വാ, കഴിക്കാം. എനിക്ക് വേണ്ട. എടി, വാടി, ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. വേണ്ട. ഇങ്ങോട്ട് വാടി, നമുക്ക് ഇങ്ങനെ കഴിച്ചു. അരവിന്ദ്, ഇത് കഴിക്കണ്ട.
പോ അവിടുന്ന്. വെറുതെ വിടുന്നു. അയ്യോ ഞാൻ കഴിക്കണ്ടെന്നോ? ഇത് കൊള്ളാലോ. അതെ, ഇത് അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണതേ ഈ രുചിയുള്ള ബിരിയാണി കളയാനല്ല. അയ്യ എന്താ പൂതി. അതേ, സ്റ്റാറൊക്കെ നോക്കി കഴിക്കുന്നവരെ അവിടെ നിന്ന് നോക്കിയാ മതി കേട്ടോ. ഇങ്ങനെ അതിന്റെ പൊന്നോ, ഇത് കൊണ്ടതി. എന്താ ഒരു മണം. ഇനി അത് കഴിച്ചോക്കി ടേസ്റ്റ് പറയാ. എന്തോ ഒരു ടേസ്റ്റ്. നന്ദന, നീ കുറച്ച് കഴിച്ചോ? എന്താ എന്താ രുചി. നാവ് രുചിയിലേ അങ്ങനെ ഇറങ്ങിക്കിട്ട് പോവാ. ഈ അച്ചാറിങ്ങനെ തൊട്ട് നക്കി. ആഹാ, എന്തോ ഒരു ടേസ്റ്റ്. അവർണ്ണനീയം. നന്ദന, ലാസ്റ്റ് കോളാ. കഴിക്കണെങ്കി ഇപ്പൊ കഴിച്ചോ. കഴിക്കണ്ട. അയ്യോ, കുറച്ച് മിച്ചം വന്നല്ലോ. ഇനി എന്ത് ചെയ്യും? തൽക്കാലം പൊതിഞ്ഞ് വെക്കാം. ബിരിയാണി പുച്ഛിക്കുന്നവര് കഴിക്കണ്ട. ഒട്ടി ഇടി വെച്ചു കൊടുത്തോണ്ടല്ലോ. കഴിച്ചില്ലല്ലേ? ഞാൻ കിടക്കണേ. അരവിന്ദ് ബിരിയാണി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞല്ലോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി മിച്ചമുണ്ടെന്ന് പറഞ്ഞല്ലോ. ടേസ്റ്റ് നോക്കിക്കളെ. നല്ല രുചിയുള്ള ബിരിയാണിയാണല്ലോ. ദുഷ്ടൻ, ഒരെണ്ണം കൂടി വാങ്ങിയില്ല. ബിരിയാണി വേണോ? നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ നോക്കിയത്. ഇതൊക്കെ നടക്കാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പാവം, അതാണ് ഞാൻ ഒരു പാക്കറ്റ് കൂടി കൊണ്ടുവന്നത്. ചമ്മണ്ട, നമ്മക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റി. താങ്ക്സ്. ഞാൻ മാറി തരണോ? ഇതൊക്കെ ആയിരുന്നു.
നിനക്കെന്റെ നന്ദി. തൽക്കാലത്തേക്ക് എല്ലാം ശുഭമായി. വല്യുഞ്ഞ് എന്നെ രക്ഷിച്ചു. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, എനിക്ക് കല്യാണി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കല്യാണി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. കല്യാണി സുജാതയോട് പറഞ്ഞതെല്ലാം സത്യം. കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത പുത്രൻ ആനന്ദ് കൃഷ്ണൻ എന്ന ഞാൻ തന്നെയാണ്. അത് വിശ്വസിക്കാൻ ഇനി ഇവിടെയുള്ള ആരും തയ്യാറായില്ലെങ്കിൽ, ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയും. ആരുടെ മുന്നിലും എനിക്കൊരു കുഴപ്പവും വരാൻ വല്യുകുഞ്ഞ് സമ്മതിക്കില്ല. അത്രയ്ക്ക് ജീവന എന്നെ. അത് നിനക്കറിയാലോ. ദൈവം എനിക്ക് തന്ന വരദാനമാ. ഇനി എത്ര ജന്മങ്ങൾ കടന്നു പോയാലും, ഏത് ജന്മത്തിലാണെങ്കിലും എന്റെ കൂടെ വല്യുകുഞ്ഞുണ്ടാവും. അതെന്റെ പുണ്യമാ, എന്റെ ജന്മ സൗഭാഗ്യം. കല്യാണി, സുജാതച്ചി. കല്യാണി, നീ എന്നോട് ക്ഷമിക്കണം. അയ്യോ സുജാതച്ചി, എന്തൊക്കെയായി പറയണേ? ഞാനല്ലേ സുജാതച്ചിയുടെ മാപ്പ് ചോദിക്കേണ്ടത്, സുജാതച്ചി അല്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിഞ്ഞില്ല. അതാ എനിക്ക് പറ്റിയേ. ഈ വിവരം അഖിലമാടും അറിഞ്ഞാല് നിന്നെ കൊന്നുകളയുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വല്ലാതെ ഭയന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ചു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ തീയായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. നിന്നോടാണ് എനിക്ക് ദേഷ്യം തോന്നിയത്. പക്ഷേ വലിയ കുഞ്ഞുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ആ ധാരണകളെല്ലാം മാറി. നിന്നോട് എനിക്കിപ്പോൾ സ്നേഹവും കൂടി. അഖില മാഡത്തിനോടും ദാസേട്ടനോടും എനിക്ക് ഒരുപോലെ സ്നേഹമുണ്ട്. അവരെ നീ ചതിക്കുകയാണല്ലോ എന്നോർത്തായിരുന്നു എന്റെ ദേഷ്യം. അത് തെറ്റായിപ്പോയി. പിന്നെ വലിയ കുഞ്ഞിന്റെ തുറന്നു പറച്ചിൽ, അപ്പോ എനിക്ക് മനസ്സിലായി നീ തെറ്റുകാരിയേ അല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്. തുണയായും ഇണയായും ദൈവം കൂട്ടിവെച്ചിരിക്കുന്നത്. വലിയ കുഞ്ഞു പറഞ്ഞതുപോലെ നിങ്ങളെ കൂട്ടിച്ചേർത്തത് ദൈവമാണ്. ദൈവത്തിന്റെ തീരുമാനമേ നടക്കൂ. സുജാതച്ചി, നീ പേടിക്കണ്ട, എല്ലാം ശരിയാവും. ശിവരാമകൃഷ്ണ സാറ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് തന്നെ മഹാഭാഗ്യം. അദ്ദേഹം അഖില മാഡത്തിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കും, തീർച്ച. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാനുള്ള ഭാഗ്യം ദൈവം നിനക്കാ തന്നത്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ദൈവം തന്ന പുണ്യമാണ്. ചേച്ചി, നിങ്ങളുടെ കല്യാണം എല്ലാവരും അംഗീകരിക്കുന്നത് വരെ ഞാനിത് ആരോടും പറയില്ല. ഇന്നു മുതൽ എന്റെ എല്ലാ അനുഗ്രഹവും സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. വാ. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ചില പ്രധാന കാര്യങ്ങൾ പറയാനാണ്.
ഗംഗേ, നീ തൃച്ചംബരത്തിലേക്ക് ചെന്നത് അവിടെ രാജകുമാരിയായി വാഴാനൊന്നുമല്ല, അഖിലാണ്ടേശ്വരിയുടെ വംശം മുടിപ്പിക്കാനാണെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും പലപ്പോഴും നീ അത് മറക്കുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇനി വളരെയധികം സൂക്ഷിച്ചു വേണം കരുക്കൾ നീക്കാൻ. അതിന് ഒരേ സമയത്ത് ദുര്യോധനനും ദുശാസനനും ശകുനിയുമാവണം. വളഞ്ഞ വഴികളെ പറ്റൂ. കാരണം ആനന്ദ് അത്ര നിസ്സാരക്കാരനല്ല. അവന് നന്നായിട്ടറിയാം നീ നാഗമടത്തെയാണെന്ന്. തെളിവുകളില്ലാത്തത് കൊണ്ടാണ് അവനിങ്ങനെ പതുങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൻ എന്നെ തൊടുത്തേനെ, എന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം. നമ്മൾ തമ്മിലുള്ള ബന്ധം അവന് മാത്രമല്ല, അരവിന്ദനും സുബ്രുവിനും കല്യാണിക്കും അറിയാം. സത്യമാണ് പ്രിയങ്കെ, അവർക്കൊക്കെ അറിയാം. പക്ഷേ അവരതെന്താ അഖിലയോട് പറയാത്തെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിത്ര നാളായിട്ട് മനസ്സിലായില്ലേ? തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകൾ നോക്കി വിധി എഴുതുന്നവളല്ലേ അഖില. വ്യക്തമായ തെളിവുകൾ കൊണ്ടു ചെല്ലാതെ അഖില അതൊക്കെ അംഗീകരിക്കോ? ഇല്ല. അതെ അതെ, എന്നും അഖില പിടിക്കുന്ന മുയലിന് 4-5 കൊമ്പെന്നാണല്ലോ ഭാവം. അതെ, അത് തന്നെ. രേഖകൾ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആനന്ദ് അഖിലയുടെ മുൻപിൽ ഈ വിഷയം അവതരിപ്പിക്കാത്തത്. ഇനിയിപ്പോ രേഖകൾ വല്ലതും ആനന്ദ് തേടി പിടിക്കൂ? അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാ അതോടെ തീരും എല്ലാ പടയൊരുക്കവും. എവിടെ? ഒരു യുഗമല്ല, 10 മന്വന്തരങ്ങൾ അവൻ മരിക്കാതെ ജീവിച്ചാലും അവനെ കൊണ്ടത് സാധിക്കില്ല ആന്റി. ആ തെളിവുകൾ അവൻ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ആന്റി. അത് ശേഖരിച്ചൊരുത്തനുണ്ടായിരുന്നു, മിസ്റ്റർ ഗിരീഷ് മേനൻ. അവനെ ഞാൻ വീഴ്ത്തി. ആദ്യം ഒരു ടാക്സി വാനിൽ, പിന്നെ ഇപ്പോ അവൻ എന്റെ ഒളിത്താവളത്തിൽ. അന്തം വിട്ട് നോക്കണ്ട ആന്റി, ഞാൻ പറഞ്ഞത് സത്യമാണ്. പ്രിയങ്ക സത്യേ പറയാറുള്ളൂ. തെളിവ് കണ്ടെത്തിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഗിരീഷ് മേനൻ ഇപ്പൊ എന്റെ കസ്റ്റഡിയില. കൊന്നിട്ടില്ല അവനെ ഞാൻ, അതിന് സമയമായിട്ടില്ല. ആരംഭങ്ങൾക്കെല്ലാം അവസാനം ഉണ്ട് ആന്റി. ആരംഭിച്ചത് അഖിലയെ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും, നാഗമടത്തെ പ്രിയങ്ക. ഗംഗയെ മരുമകളെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പൊ അഖില കല്യാണത്തെ പറ്റിയൊന്നും പറയുന്നില്ല. അതൊക്കെ വരട്ടെ ആന്റി, അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ആ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഈ യുദ്ധം മുറുകുകയാണ്. കളത്തിനകത്ത് നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിക്കണം. ഓരോ നിമിഷവും വളരെ കരുതലോടെ ഇരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലെങ്കിലേ കുറുക്കന്റെ കൗശലങ്ങൾ കാണിച്ചെങ്കിലും ഗംഗയെ നിലനിർത്താനൊക്കെ എനിക്കറിയാം. പിന്നെ എന്റെ കാര്യം അത് നോക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഗംഗെ, നീ വളരെ ഷാർപ്പായിരിക്കണം. ഇനി മുതൽ ഉറക്കത്തിൽ വരെ ജാഗ്രതയുണ്ടായിരിക്കണം.